ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെസിയസ് ചാനൽ. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് അപ്പത്തിനും അതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ഒരു പാത്രം ചൂടായുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കണം. കടുകിട്ട ശേഷം ഞാൻ 2 കിലോ ഈന്തപ്പഴമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായുള്ള വെളുത്തുള്ളി ഇഞ്ചിയും 1/4 കിലോ വെളുത്തുള്ളിയും 1/4 കിലോ ഇഞ്ചിയും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത ശേഷം ഈ എണ്ണയിൽ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട ശേഷം ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിക്കനുസരിച്ചുള്ള കാന്താരി ഇവിടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 50 ഗ്രാം മുന്തിരിങ്ങയും ഉണക്ക മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ഇളക്കിയ ശേഷം ലോ ഫ്ലെയിം ആക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ കായം ചേർത്തു. പിന്നെ 1/2 സ്പൂൺ ഉലുവായും ചേർത്ത് ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയും കൊടുക്കണം. അതിൻ്റെ കൂടെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് ഞാൻ ഒരു കഷ്ണം നമ്മുടെ വാളംപുളി വെള്ളത്തിയിട്ട് അലിയിച്ച ശേഷം ഇതിലേക്ക് അരിച്ച് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ശർക്കരയും വെള്ളത്തിൽ അരിയിച്ച ശേഷം ഇതിൻ്റെ കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കാൻ വെക്കണം. നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി നിൽക്കരുത്, കാരണം ഈന്തപ്പഴത്തിൻ്റെ മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് വിനാഗിരിയും ചേർത്ത ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളച്ച ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിലേക്ക് കുറച്ച് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ ഈ ഈന്തപ്പഴം എല്ലാം ഒന്ന് ഇരുന്നൊന്ന് വേവുന്ന സമയത്ത് ഇത് നല്ലവണ്ണം ഒന്നുകൂടെ സോഫ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ വലിയ കഷ്ണങ്ങളായിരിക്കുന്നതെല്ലാം ഒന്ന് അലിഞ്ഞ് ചെറിയ പീസുകളായിട്ട് തീരും. ഇതുപോലെ വരും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഈന്തപ്പഴം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ നോക്കും. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.